ഏതായാലും കഴിഞ്ഞ 11 ദിവസമായിട്ടുള്ള കാത്തിരിപ്പ്, മെയ് 4 റിസൾട്ട് അനൗൺസ് ചെയ്ത അന്ന് മുതൽ ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു ആകാംക്ഷ ജനങ്ങളിലെ ഓരോ മനുഷ്യർക്കും ഉണ്ടായിരുന്നു. ഒരു വേള അദ്ദേഹം അല്ല KC ആണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു മെസ്സേജ് സോഷ്യൽ മീഡിയയിലൂടെ സർക്കുലേറ്റ് ചെയ്ത ആ സമയം മുതൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ ക്യാമ്പയിൻ ചെയ്യാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിജിയും സോണിയാഗാന്ധിജിയും ഖാർഗെയും അടക്കമുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയകളിലേക്കും അവരുടെ മെയിലുകളിലേക്കും ജൈവികമായി ജനങ്ങൾ ഒരു PR വർക്കിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും PR ടീമിൻ്റെയോ നിർദ്ദേശഫലമായിട്ടില്ല, ജൈവികമായ ആളുകൾ സന്ദേശം അയക്കുകയാണ്, നമ്മുടെ നിർദ്ദേശം അവർക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവരോധിക്കപ്പെടുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുപാട് ആളുകളോട് നന്ദി പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം കൂടെ നിന്ന് ഒരുപാട് ആളുകൾ പിന്നിൽ നിന്ന് കുത്തി കട്ടപ്പയാകാൻ ശ്രമിച്ചൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ അനിൽകുമാർ ഞങ്ങളുടെ സ്വന്തം MLA ആണ്. അദ്ദേഹം പിന്നിൽ നിന്ന് കുത്തി KC അവരോധിക്കാൻ KCയുടെ ഓമന പുത്രനാണ് എന്ന് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും വെളിപ്പെട്ടു. പിന്നെ അതുപോലെ സിദ്ദീഖ്, അതുപോലെ മാത്യു കോയൽനാടൻ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ 102 എന്ന് പറയുന്ന ഹ്യൂജ് മെജോറിറ്റി അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും വിശ്വസിച്ച് അദ്ദേഹമല്ലാതെ മറ്റൊരാളെയും ആരും നോമിനേറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചെടുത്ത് കൂടെ നിന്നിരുന്ന, അദ്ദേഹം വന്ന് പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ മാത്രം ജയിച്ചു പോയിരുന്ന പല ആളുകളും, സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ KCക്കാണ് പിന്തുണ കൊടുത്തത് എന്നുള്ള ആ വാർത്ത കേട്ട സമയത്ത് തന്നെ അവരോടും ആ MLA മാരോട് അതുവരെ ആരാധന തോന്നിയ അവരുടെ ഓരോ കമൻറ്റുകൾക്കും ലൈക്കും ഷെയറും കൊടുത്തിരുന്ന മനുഷ്യർക്ക് അവർക്കെതിരെ തിരിയാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് VD സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാളെ സെലക്ട് ചെയ്യാനോ മറ്റൊരു രാഷ്ട്രീയം സംസാരിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ആ ഓരോ MLA മാരെയും ഓരോ ജനപ്രതിനിധികളെയും ജനങ്ങൾ എത്തിച്ചു എന്നതാണ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി CM ആയി വരുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ നിരന്തരം ഓഡിറ്റ് ചെയ്യപ്പെടുമെന്നുള്ള ആ ഒരു ധാരണ ഓരോ പൊളിറ്റീഷ്യനും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു സമയത്ത് നന്ദി പറയേണ്ട ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളോട് നന്ദി പറയാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാഹുൽ ഗാന്ധിയോട് തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് MLA മാരുടെ സമ്പൂർണ്ണമായ പിന്തുണ അദ്ദേഹത്തിനാണ്. 70% മുകളിലെ MLA മാർ KC വേണുഗോപാലിനാണ് പിന്തുണ കൊടുത്തത്. മാത്രമല്ല MP മാരിൽ ബഹുഭൂരിഭാഗം ആളുകളും ഈ പറയുന്ന KC വേണുഗോപാലിനാണ് പിന്തുണ കൊടുത്തത്. മാത്രമല്ല KPCCയുടെ ആ സംഘടനക്കുള്ളിലുള്ള ബഹുഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തിനാണ് പിന്തുണ കൊടുത്തത്. എന്നിട്ടും ജനങ്ങളുടെ ജൈവികമായ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാനും ആ ഒരു ആൻറ്റിനയിലൂടെ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ തീരുമാനമെടുക്കാനും അത് സധൈര്യം മുന്നോട്ട് വെക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞതിലൂടെ അദ്ദേഹവും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു MP ആയി, നമ്മുടെ ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് കൂടി മാറുകയാണ്. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി ഒരു ഷാഡോ ഏജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൾസ് എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയതും ഇദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഏട് തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ചില നേതാക്കന്മാരെ പേരെടുത്ത് തന്നെ പരാമർശിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് K മുരളീധരൻ. എല്ലാ സമയത്തും അദ്ദേഹം പറയാറുണ്ട്, പണിയെടുത്ത ആളുകൾ കൂലി കിട്ടണം. ആ ഒരു സന്ദേശം വ്യക്തമായിട്ടും VD സതീശനെയാണ് ഞാൻ പിന്തുണക്കുന്നത് എന്ന് ആർജവത്തോടു കൂടി വളരെ ചില്ലായി ഹൈക്കമാൻഡിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ കാര്യമാണ്. മറ്റൊന്ന് VM സുധീരനാണ്. VM സുധീരൻ എന്ന് പറയുന്നത് ആദർശശാലിയായ വ്യക്തിത്വമാണ്. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ഹൈക്കമാൻഡ് കളിച്ച KC വേണുഗോപാൽ ജനഹിതം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് ഹൈക്കമാൻഡിനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലത്തെ മറ്റൊരാളാണ് ആന്റണിയെയും സംബന്ധിച്ച് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം ഒരു കാലത്ത് ഗ്രൂപ്പ് കളികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്ത് കേരളത്തിൻ്റെ പൾസ് എന്താണെന്ന് കൃത്യമായി ഹൈക്കമാൻഡിന് മുന്നിൽ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയവരും കള്ളച്ചൂത് കളിച്ച ഒരുപാട് MLA മാരും MP മാരും നമ്മുടെ മുന്നിലുണ്ട്. അവരൊക്കെ ഇനി വരും കാലങ്ങളിൽ മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ ഓഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയമല്ല, അവരൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പിന്നെ VD സതീശന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, ഏറ്റവും കൂടുതൽ കടപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാണക്കാട് ശിഹാബ് തങ്ങളും പാണക്കാട് സാദിഖ് അലി തങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പടക്കമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐക്യകണ്ഠേനെ എന്ത് കൊടുങ്കാറ്റ് വന്നാലും അദ്ദേഹത്തിന് പിന്നിലാണ് ഞങ്ങൾ അണിനിരക്കുന്നത് എന്ന് കൃത്യമായി ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചു എന്നതൊരു
സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ സ്വന്തം പാർട്ടിയാണ് എന്നതിൽ അതിലേറെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഈ അദ്ദേഹത്തെ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സ്വാധീനിക്കാൻ വേണ്ടി നമ്മുടെ ഹൈക്കമാൻഡ് കളിക്കുന്ന KC വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം കർണാടക ചീഫ് മിനിസ്റ്ററായിരുന്ന സിദ്ധാരാമയുടെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ സ്പീക്കർ കൂടിയായിരുന്നുള്ള KN ഖാദർ അടക്കമുള്ള ആളുകളൊക്കെ ഖാദറാണെന്ന് തോന്നുന്നു, അദ്ദേഹം അടക്കമുള്ള ആളുകൾ, വ്യവസായികളായ ആളുകളൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. കുഞ്ഞാപ്പയെ കാണാൻ വന്നിട്ടുണ്ട്, പാണക്കാട് വന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു KC വേണുഗോപാലിനെ പിന്തുണക്കുമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി നമ്മുടെ പാണക്കാടുത്തെ തങ്ങളും അതുപോലെ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തെ പിന്തുണച്ചതുമായി. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് പാണക്കാട് തങ്ങളിൽ നിന്നുള്ള ആ പിന്തുണയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നൽകിയ പിന്തുണ കൂടി കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ കേരളത്തിന് ഈ ഒരു CM നമ്മുടെ ചീഫ് മിനിസ്റ്ററായി നമ്മുടെ VD സതീശന് വരാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബഹുഭൂരിഭാഗം MLA-മാരുടെ പിന്തുണ KCക്കാണ്, ബഹുഭൂരിഭാഗം MP-മാരുടെ പിന്തുണ KCക്കാണ്, ബഹുഭൂരിഭാഗം സംഘടന സ്ഥാപന മേധാവികളുടെ സംഘടനക്കാരായ ആളുകളുടെ KPCC-യിലുള്ള ബഹുഭൂരിഭാഗമായിട്ട് പിന്തുണ അവർക്കാണ്. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐക്യകണ്ഠ്യനെ നമ്മുടെ VD സതീശന് മുന്നിൽ വെച്ചു. ഒരുപക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് IUML-ന് KCയുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ല പോർട്ട്ഫോളിയോ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ 5 മന്ത്രിസ്ഥാനം നിന്ന് 5-ൽ-അധികം പദവികൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അധികാരത്തിനപ്പുറം നൈതികത, നീതി, ജസ്റ്റിസ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായി ഇദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അദ്ദേഹം ഫോൺ കോൾ ചെയ്ത് നന്ദി അറിയിക്കുന്നതും തൻ്റെ എല്ലാവിധ ഗ്രാറ്റിറ്റ്യൂഡും അറിയിക്കുന്നത് ആരോടാണ്? പാണക്കാട്ടെ തങ്ങളോടും അതുപോലെ കുഞ്ഞാലിക്കുട്ടിയോടുമാണ്. അപ്പോൾ അവരുടെ ഒരു പ്ലഷറും അവരുടെ ഒരു പിന്തുണയും സപ്പോർട്ടും ഇല്ലാതിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യനെ, ആ ഒരു CM-നെ, ജനകീയനായ പോപ്പുലർ മിനിസ്റ്ററെ നമുക്ക് കിട്ടില്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കള്ളച്ചൂത് കളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയാത്ത വിധം നിങ്ങൾക്ക് എമർജ് ചെയ്ത് വരാൻ കഴിയുന്ന രൂപത്തിലുള്ള ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആരൊക്കെ തടഞ്ഞാലും നിങ്ങൾക്ക് അധികാരം കിട്ടുക തന്നെ ചെയ്യുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. KSUവിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് പോയി, പക്ഷേ വീണ്ടും KPCC പ്രസിഡന്റ് സ്ഥാനം പോയി. 2011 മിനിസ്റ്റർ ആകുമെന്ന് ഡെഫിനറ്റ്ലി ഉറപ്പിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പക്ഷേ പല ആളുകളുടെയും പിന്തുണയോടുകൂടി അദ്ദേഹത്തെ മാറ്റി നിർത്തി 2ാം നിരയിലേക്ക് ഒതുക്കി നിർത്തിയിട്ടും അദ്ദേഹം പിന്നീട് മുന്നോട്ട് വന്ന് 2021 നമ്മുടെ പ്രതിപക്ഷ നേതാവാകുന്നു. അതോടൊപ്പം തന്നെ ചത്തുകടന്നിരുന്ന കോൺഗ്രസിനെ 48-49 സീറ്റിൽ നിന്ന് ചെന്നിത്തലയുടെ പ്രകടനത്തിൻ്റെ ഫലമായി 42-41 സീറ്റുകളിലേക്ക് ചുരുങ്ങിയൊരു കോൺഗ്രസിനെ അധികാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ, അധികാരത്തിലേക്ക് പിടിച്ചുയർത്താൻ നാനാവിധ ജനങ്ങളെ, അത് ചെറുപ്പക്കാരായ ജെൻസികളുണ്ട്, 90s ഉണ്ട്, യൂത്ത് ഉണ്ട്, അതുപോലെ 40 കഴിഞ്ഞ മനുഷ്യരെ, എല്ലാവരുടെയും ആഗ്രഹം ഒരുപോലെ ജൈവികമായി ആകർഷിക്കാനും കഴിഞ്ഞ നമ്മുടെ VD സതീശൻ്റെ വിജയമായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ ഓഡിറ്റ് ചെയ്യും. ജനങ്ങളാണ് ശക്തി, ജനമാണ് അന്തിമമായി വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ആവശ്യമില്ല, ജനങ്ങളുടെ ഒപ്പീനിയൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലി പുലർത്തുന്ന എല്ലാ നേതാക്കന്മാർക്കുമുള്ളൊരു തിരിച്ചടി കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നേ വരെ എടുത്തു വെച്ചതിൽ വെച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് ആ VD സതീശൻ അനൗൺസ് ചെയ്തുള്ള ആ ഒരു മൊമെൻറ്റ്. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.